അങ്ങനെ ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി ഷവായ വയ്ക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. അപ്പോഴാണ് കണ്ടത് ചിക്കൻ കിടന്നിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് കാണിക്കാമെന്ന്. അങ്ങനെ ഞാൻ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയതാട്ടോ. അങ്ങനെ ചിക്കൻ നല്ല സ്ലോ ആയിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനനുസരിച്ച് തീ കത്തുന്നുണ്ട്, നല്ല സ്ലോ കുക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് സാധനം. അങ്ങനെ ഈ സാധനം അവിടുന്ന് അത്യാവശ്യം നല്ല രീതിക്ക് വെന്ത് കഴിഞ്ഞാൽ അവർ ആ കമ്പിയിൽ നിന്ന് ഇങ്ങോട്ട് കോർത്തെടുത്ത് ഇങ്ങോട്ട് എടുക്കും. എന്നിട്ടത് നല്ല കിടിലനായിട്ട് 4 പീസായിട്ട് കട്ട് ചെയ്യും. ഒരു ഫുള്ള് ചിക്കൻ 4 പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് കിട്ടുക. നമുക്ക് വേണ്ടത് ക്വാർട്ടറാണോ ഹാഫാണോ എന്ത് വേണം പറഞ്ഞാൽ എത്രയും കിട്ടും. നമ്മൾ ചെസ്റ്റ് പീസ് തന്നെ പറഞ്ഞാൽ ചെസ്റ്റ് പീസും കിട്ടും. നമ്മളിപ്പം ഈ ഒരു 4 പീസ് കട്ട് ചെയ്യുന്നത് നല്ല കിടിലനായിട്ട് സെൻറ്റർ ആദ്യം കട്ട് ചെയ്യും. എന്നിട്ട് അവിടുന്ന് നല്ല ഈ ചിറകിൻ്റെ ഭാഗം ലെഗിൻ്റെ ഭാഗം കൂടെയാണ് കട്ട് ചെയ്തെടുക്കുക. അത് ആദ്യം ചിക്കൻ 2 പീസായിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ അത് നല്ല അടിപൊളിയായിട്ട് ഒരു എന്താ പറയുക എക്സ്പേർട്ടാണ് സത്യം പറഞ്ഞാൽ. കാരണം വെച്ചാൽ ഇത് ചിക്കൻ അളവിലെങ്ങാനും തെറ്റിപ്പോയാൽ തല്ല് കിട്ടുന്ന പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ കട്ടിങ് മസ്റ്റാണ്. കട്ടിങ് പഠിച്ചില്ലെങ്കിൽ തല്ലാവും. ഈ സാധനം നല്ല അടിപൊളിയായിട്ട് നല്ല കിട്ടിലൊരു പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കുക. ചിക്കൻ്റെ ലെഗ് പീസ് കണ്ടിട്ട് കടിച്ച് തിന്നാൻ തോന്നുന്നുണ്ട്. അതേപോലത്തെ ഒരു ലെഗ് പീസും അതിലേക്ക് നല്ല സാലഡ്സും മയോണീസും പിന്നെ കുറച്ച് മസാലയും കൂടി അയച്ചാൽ സെറ്റാണ്, അടിപൊളി.